RDX ആദ്യ വിഷയത്തിലേക്ക്. ലോക സമാധാനത്തെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലാണ്. ഇറാന്റെ ആണവ നിരായുധീകരണം ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ ടെഹ്റാനിലടക്കം നടത്തിയത് 200ഓളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അതിശക്ത ആക്രമണമാണ്. ഏപ്രിൽ മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാറിലെത്തുന്നതിനായി നടത്തുന്ന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ നീക്കം. ആക്രമണ വിവരം ഇന്റലിജൻസിന് ലഭിച്ചിരുന്നെങ്കിലും ഈ നീക്കത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന നിലപാടിലാണ് അമേരിക്ക. ചെറുത്തു നിൽക്കാൻ മനക്കരുത്തും സഹനവും മാത്രം കൈമുതലായ പലസ്തീനെതിരായ ഏകപക്ഷീയ നടപടികൾ പോലെ എളുപ്പമായിരിക്കില്ല ഇസ്രയേലിന് ഇറാനെതിരായ നീക്കം. ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അനേകമിരട്ടി ആയുധ ബലവും സൈനിക ശക്തിയുമുള്ള ഇസ്രയേൽ ആക്രമണം തുടരും. തീരാനാശത്തിലേക്ക് ഇതിൽ മേഖലയെ നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ ഓഹരി വിപണികൾ ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. വ്യോമഗതാഗതം താറുമാറായി. RDX റാപ്പ് കാണാം. ഒക്ടോബറിനു ശേഷം ഇസ്രായേലും ഇറാനും വീണ്ടും ഏറ്റുമുട്ടുന്ന സാഹചര്യം. ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിന് പിന്നാലെയുണ്ടായ സ്വാരസ്യങ്ങളിൽ കഴിഞ്ഞ വർഷവും ഇരു രാജ്യങ്ങളും 2 തവണ നേർക്കുനേർ ഏറ്റുമുട്ടിയതാണ്. പക്ഷേ മേഖലയുടെ സമാധാനത്തിന് ഭീഷണിയാകും വിധം അത് വലുതായില്ല. ഇത്തവണ ഓപ്പറേഷൻ റേസിംഗ് ലൈനിലൂടെ ഇറാനു നേരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ആണവ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ പറയുമ്പോഴും തെഹ്റാനിൽ നിന്ന് ഈ പകൽ പുറത്തു വന്നത് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. സൈനിക മേധാവിയും ആണവ ശാസ്ത്രജ്ഞരുമടക്കം ഇറാന്റെ നിരവധി പ്രമുഖരുടെ ജീവൻ ഇസ്രയേൽ എടുത്തു. കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചതിന് പിന്നാലെ ഇസ്രയേലിന്റെ വ്യോമമേഖല ലക്ഷ്യമിട്ട് ഡ്രോണുകൾ അയച്ചു. തിരിച്ചടിക്കാൻ ഇറാനും കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇസ്രയേലും സജ്ജമാകുമ്പോൾ മേഖല അശാന്തമാകുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തകളിൽ ഒന്നിൻ്റെ മറ്റു വിശദവിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിച്ചു വരാം. എന്താണ് പ്രകോപനം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരുന്നത് തടയാനാണ് ആക്രമണമെന്നാണ് ഇസ്രയേലിൻ്റെ വാദം. ആണവ പദ്ധതികൾ നിർത്തിവെക്കുന്നതിനായി ഏപ്രിൽ മുതൽ US ഇറാൻ ചർച്ച നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇറാനുമായി ആണവ കരാറിലെത്താൻ ആകുമെന്ന പ്രതീക്ഷ കുറഞ്ഞെന്ന് ട്രംപ് ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു. ആണവ നിരായുധീകരണത്തിനായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ആണവ പദ്ധതികൾ ഭീഷണിയാകുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ യുദ്ധനീക്കം. രാജ്യത്തിന് മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ലെന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശദീകരണം ഇതിനകം ലോകത്തിന് മുമ്പാകെ വന്നു കഴിഞ്ഞു. ഇറാൻ കൂടുതൽ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന് രഹസ്യവിവരമുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയത്തിൽ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ടു എന്ന് നെതന്യാഹു അവകാശവാദം ഉന്നയിച്ചു. ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഈ ആക്രമണം. ആക്രമണത്തിൽ 200 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. 100 കേന്ദ്രങ്ങളിൽ ബോംബ്, മിസൈലുകൾ തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിച്ചു. ഈ ആക്രമണത്തിൽ ഇറാനെതിരായി സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടുനിന്നേക്കാം എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത്. ഇറാനിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്ന് നെതന്യാഹു പറയുന്നു. നതാൻസ് ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആക്രമണം ഏതെങ്കിലും തരത്തിലുള്ള വികിരണത്തിന് കാരണമായിട്ടില്ല എന്നാണ് ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണം. ഈ ഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് 100 കണക്കിന് ഡ്രോണുകൾ അയച്ചാണ് ഇറാൻ മറുപടി നൽകിയത്. ഈ ആക്രമണ ശേഷം ഇസ്രായേൽ ഒരു കൈപ്പേറിയ വിധി അർഹിക്കുന്നുണ്ടെന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു. ഇതിനകം തന്നെയും ഇറാന്റെ തിരിച്ചടി സ്ഥിരീകരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടി ഇറാനെതിരെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതായി നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇറാന് നഷ്ടമായത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം. ആയത്തുള്ള അലി ഖമനേയിയുടെ ഉപദേശകൻ അലി ഷംഖാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. ആണവോർജ്ജ സംഘടനയുടെ മുൻ മേധാവി ഫറൈദൂൺ അബ്ബാസി മരിച്ചതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇതിനകം ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാഗമായ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മഹദി ടെഹ്റാൻജി മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖദാം അൽ അൽബിയ സൈനിക ആസ്ഥാനത്തെ കമാൻഡർ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ്. ഇറാനിലെ മുതിർന്ന നേതാവ്, നിലവിൽ റവല്യൂഷണറി ഗാർഡ് മേധാവി ആണ് കൊല്ലപ്പെട്ട ഹുസൈൻ സലാമി എന്ന് നമ്മളിപ്പോൾ ലോകം മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അവർക്ക് 1980 ഇറാഖ് ഇറാൻ യുദ്ധകാലത്ത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ അംഗമായ ആളാണ് അദ്ദേഹം ഹുസൈൻ സലാമി. US-നും സഖ്യരാജ്യങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു സലാമി. 2000 ആണവ പദ്ധതികളിൽ പങ്കാരോപിച്ച് UN US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ.
2024 ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകിയത് ഹൊസൈൻ സലാമിയുടെ നേതൃത്വത്തിലാണ് എന്ന് നമുക്കറിയാം. പലസ്തീനെ പോലെ ഇറാനെ നേരിടാമെന്ന് ഇസ്രയേൽ കരുതേണ്ട എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ നേതാവ് ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രയേൽ രാജ്യത്തിനകത്ത്. ശക്തമായ തിരിച്ചടി മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ സ്കൂളുകളും ഓഫീസുകളും ഒന്നും പ്രവർത്തിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാം രാജ്യത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്ക പറയുന്നത് പങ്കില്ല എന്നാണ്. ഇറാനെതിരായ ഇസ്രായേൽ നീക്കത്തിൽ പങ്കില്ല എന്നാണ് അമേരിക്ക ഇതിനകം തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ നീക്കങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാർക്കോ റൂബിയോ തൊട്ടു പിന്നാലെ തന്നെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു. കരാർ ഒപ്പിടുമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഒന്നും അവശേഷിച്ചില്ല എന്ന് പറയുന്നതിന് മുമ്പ് ആണവ കരാറിൽ ഒപ്പുവെക്കൂ എന്ന് ഇറാനോട് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ ഇറാൻ പ്രതീക്ഷിക്കുന്നതോ വിചാരിക്കുന്നതോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നതെന്നും ട്രംപ് ഭീഷണിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് 24 മണിക്കൂർ മുമ്പാണ് ഉണ്ടായിരുന്നത്. ഈ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ആണവ നിരായുധീകരണത്തിനുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ആക്രമണം ഉറപ്പെന്ന് US വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിൽ US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം പുറത്തുവിടുകയാണ് അമേരിക്കൻ സംവിധാനങ്ങൾ ചെയ്തത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളെ US പിൻവലിച്ചു. അതിന് തൊട്ട് മുമ്പ് US സൈനിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾക്കും മടങ്ങാൻ നിർദ്ദേശം നൽകി. ആക്രമണത്തിന് മുമ്പ് ഇറാഖിലെ US എംബസി ഭാഗികമായി ഒഴിപ്പിക്കാനും USന്റെ നീക്കം ആ ഘട്ടത്തിലുണ്ടായി. ഇസ്രായേലിന് ഇതിനകം ഫ്രഞ്ച് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിന് ഇസ്രായേലിന് അവകാശമുണ്ടെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്. ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കത്തെ അപലപിക്കുന്നെന്നും ഫ്രാൻസ് ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു. നതാൻസ് മുമ്പും ചർച്ചയായിട്ടുണ്ട്. നതാൻസ് ആണവ കേന്ദ്രം ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് എന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. 2007 മുതൽ 10 വരെ പ്ലാന്റ് ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും സൈബർ ആക്രമണങ്ങൾ കൂടിയായിരുന്നു എന്ന് നമുക്കറിയാം. സ്റ്റക്സ്നൈറ്റ് ബോംബിനെ പ്ലാന്റിൻ്റെ സൈബർ ശൃംഖലയിലേക്ക് കടത്തിവിട്ടായിരുന്നു ആക്രമണത്തിനുള്ള ശ്രമം. നിലയത്തിലെ സെൻട്രിഫ്യൂജുകൾ പ്രവർത്തനരഹിതമായത് വലിയ വിവാദമായി എന്ന് ആ ഘട്ടത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പലസ്തീൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാനുമായും ഇസ്രയേലും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 1 ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. ഏപ്രിൽ 13 ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചു എന്ന് ആ ഘട്ടത്തിൽ വാർത്തകളുണ്ടായിരുന്നു. 2024 ജൂലൈയിൽ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായി. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിലാണ്. കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ചാണ്. ഏറ്റുമുട്ടൽ ആദ്യമല്ല എന്ന് നമുക്കറിയാം. ഇസ്രായേൽ നിലപാടുകൾക്ക് മറുപടിയുമായി ഒക്ടോബറിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. നേരത്തെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സെക്കൻഡ് വഴി ഇറാൻ 200 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് നമുക്കറിയാം. ഇത്രയുമാണ് നമ്മുടെ ഡാറ്റാ ഷീറ്റുള്ള വിവരങ്ങൾ. ഇത് ആ മേഖലയെ മാത്രം ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഇറാനെയും ഇസ്രായേലിനെ മാത്രം ബാധിക്കുമെന്നോ ലോകത്താരും കണക്കാക്കുന്നില്ല. ഇറാന് പഴയ ശക്തിയില്ല ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ എന്നൊരു ബോധ്യം പൊതുവിൽ ലോകത്തിൽ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിക്കുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഇസ്രായേൽ ഇങ്ങോട്ടടിച്ചാൽ ഇതേക്കാൾ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്നവർ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്ന് തന്നെയാണോ നമ്മൾ കാണുന്നത്? അതിനെത്രത്തോളം ഇറാന് ശേഷിയുണ്ട്, ആരെല്ലാമാണ് ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുക, ഇറാന് ഒരു സഹായഹസ്തം നീട്ടുക ആരാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ എത്രത്തോളം ഇത് വളരും എന്നുള്ള ഒരു ആലോചന യഥാർത്ഥത്തിൽ സനീഷ് ഇതിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ശത്രുരാജ്യമാണ്. ഇറാനെ ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും കൃത്യമായ അവസരവും ഇതാണ്. കാരണം തുടർച്ചയായ ഉപരോധങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ഇറാൻ വല്ലാതെ തളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റുപ്പിയുമായി അവിടെ ചെന്നിറങ്ങിയാൽ നമ്മൾ വലിയ സമ്പന്നരാകും. ഇപ്പം അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് GCC കൺട്രീസിലോ പോകുന്ന പോലെയല്ല. അത്രയ്ക്ക് മൂല്യം തകർന്നിരിക്കുന്നു അവരുടെ കറൻസിയുടെ. അതേസമയം അവർക്ക് ഒരു പിന്തുണയുമായി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ നിലനിന്നിരുന്ന എന്ന് കരുതുന്ന ഹിസ്ബുള്ളയുടെ വലിയ തകർച്ച മറ്റൊരു തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചുറ്റും. അപ്പം ഈ പ്രാദേശികമായി അവർ ദുർബലമാണ് ആ പ്രദേശത്ത്. ഇപ്പോൾ ഇവർ താരതമ്യ പഠനമൊക്കെ നടത്തി നോക്കുമ്പോൾ ആയുധശേഷിയിൽ കാലാൾപ്പടയുടെ കാര്യത്തിലൊക്കെ ഇസ്രയേലിനേക്കാൾ മുന്നിലാണ് ഇറാനുള്ളത്. മാത്രമല്ല എത്രയോ കാലമായി ഈ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇറാഖിനെ പോലെയല്ല. ഇറാഖിൻ്റെ കാര്യം പറയുമ്പോൾ ഇറാഖ് നേരത്തെ തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആണവായുധം ഇല്ല എന്ന്. പക്ഷേ ഇവരങ്ങനെയല്ല, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള പ്രതീതി എപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നീക്കങ്ങൾ അവർ തുടരുന്നുണ്ടായിരുന്നു. ആണവ ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ അമേരിക്കയുമായി ഈ വല്ലാത്ത സാങ്ഷൻസ് ഒന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവർ ആരംഭിച്ചിരുന്നു. അങ്ങനെ ഏതാണ്ട് 6 വട്ടം ചർച്ച നടത്തിയിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുമായി ചർച്ച നടത്താൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആൾ കൂടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്?
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തെരഞ്ഞുപിടിച്ച് വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സനീഷ് നേരത്തെ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞു, ഇപ്പോൾ മുഹമ്മദ് ബാഗേരി എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ്. അദ്ദേഹം ഏറ്റവും സുപ്രീം ലീഡർക്ക് തൊട്ട് താഴെ നിൽക്കുന്നയാളാണ്. അതുപോലെ ഹൊസൈൻ സലാമി എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രാഥമിക സൈനിക സേനയാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. നമുക്കെല്ലാവർക്കും അറിയാം വിപ്ലവത്തിന് ശേഷമുള്ള അവരുടെ പ്രധാനപ്പെട്ട സേന എന്ന നിലയ്ക്ക്. പക്ഷേ അതിൻ്റെ തലവനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അലി ഷംഖാനിയാണ് നേരിട്ട് അമേരിക്കയുമായി ചർച്ചകൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്നയാൾ. അദ്ദേഹമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ ഇതിനകത്തുള്ളത്. വളരെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ് അവിടുത്തെ ഇറാനിലെ. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ ആറ്റോമിക് എനർജി മേധാവിയായ ഹൈറദുൻ അബ്ബാസി അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് എന്താണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് അത് എല്ലാം തകർക്കാൻ ഒറ്റയടിക്ക് ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പ്രതീതി ഇപ്പോൾ ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇറാനിൽ നിന്ന് തന്നെയുള്ള സഹായം ഏതെങ്കിലുമൊക്കെ തരത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര സൂക്ഷ്മമായ പ്രിസിഷൻ അതങ്ങനെ പ്രിസൈസ്ഡ് അറ്റാക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അവർക്ക് ആ നിലയ്ക്ക് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി കരുതാം. പക്ഷേ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം, ഈ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇറാനുള്ളത്. തൊട്ട് മുമ്പ് ഇതുപോലെ വലിയ സാങ്ഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? റഷ്യ ആയാലും ഇന്ത്യ ആയാലും ചൈന ആയാലും ഒക്കെ ഒന്ന് കൈ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി, അവിടുന്ന് ഓയിൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കിത് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഈ പ്രശ്നത്തെ വേറൊരു തരത്തിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവാത്ത വണ്ണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് അന്ന് കോണ്ടലീസ റൈസ് പറഞ്ഞത് എന്താണ്? നമ്മളിപ്പോൾ ഒരു മഷ്റൂം ക്ലൗഡിന് വേണ്ടി കാത്തിരിക്കേണ്ട, അവിടെ അറ്റാക്ക് ചെയ്യണമെന്നാണ് 2002 പറഞ്ഞത്. ഡിക്ചനി പറഞ്ഞത് അവർക്ക് എല്ലാത്തരം ആയുധങ്ങളും, രാസായുധങ്ങളുണ്ട്, മറ്റേ വെപ്പൺസ് ഉണ്ട്, ഇങ്ങനെ എല്ലാത്തരം ആയുധങ്ങളുമുണ്ട് ഇറാഖിന് എന്നാണ് പറഞ്ഞത്. അതായത് മാസ് ഡിസ്ട്രാക്ഷനുള്ള വെപ്പൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ കയറി ആക്രമിച്ചത് 2002. 2004 പിന്നീട് പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. 2004 എല്ലാം നശിപ്പിച്ചതിന് ശേഷം. അപ്പം അതുപോലെ ഇതിപ്പം ഇറാനെ കയറി ആക്രമിക്കാനുള്ള ഈ തീരുമാനമൊക്കെ അമേരിക്ക അറിയാതെയാണ് എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അവരെ ആക്രമിക്കാൻ തക്ക വണ്ണമുള്ള ഒരു പരുവത്തിലാക്കി കൊടുത്തത് അമേരിക്കയാണ്. ഇതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ, നേരത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ്റെ ആകാശത്ത് നിന്ന് വിമാനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകുന്നൊരു ദൃശ്യങ്ങളുണ്ട്. അത് നമുക്ക് കാണാം. ഇറാന്റെ ആകാശത്ത് നമ്മുടെ എയർ റൂട്ട് മുഴുവൻ അവർ ഒഴിവാക്കി അതിൻ്റെയാണ്. അത് ഇന്നലെ വന്ന ഒരു ദൃശ്യമാണത്. ഇത് ഹർഷൻ, ഇതിനകത്ത് എനിക്ക് സത്യത്തിൽ അതിവിചിത്രമായതും അങ്ങേയറ്റം ഒരു തരത്തിലും മാനുഷികമായിട്ട് മര്യാദയില്ലാത്ത ഒരു കാര്യമാണ് ഇസ്രായേലി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ അത് പറയാൻ യാതൊരു തരത്തിലുള്ള ചരിത്രം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മറ്റു തരത്തിലുള്ള പാണ്ഡിത്യം ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അങ്ങേയറ്റം അതിനിന്ദ്യമായിട്ടുള്ള പ്രവൃത്തി, ഈ ഇസ്രായേലിന് സഹജമായിട്ടുള്ള ഈ ഒരു തരം തോന്നിയാസം എന്ന് തന്നെ പറയാവുന്നൊരു പരിപാടി അവർ ചെയ്തു വെച്ചിരിക്കുകയാണെന്നാണ് ഈ വാർത്ത അറിഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ RDXന് വേണ്ടി കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ഉന്നതമായ പട്ടാള ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും അങ്ങോട്ട് കയറിയിട്ട് ആക്രമിക്കുക എന്ന് വെച്ചാൽ അത് എല്ലാത്തരം ലോകത്തിൻ്റെ അന്താരാഷ്ട്ര രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനം മാത്രമല്ല, മനുഷ്യത്വത്തിൻ്റെ മര്യാദക്കേടാണത്. അതായത് ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുകയായിരുന്നെങ്കിൽ, ഇപ്പോൾ റഷ്യയും യുക്രൈനും നമ്മുടെ മുമ്പിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്ക് ആ നിലക്കുള്ളൊരു ഒരു താത്വിക വിശദീകരണങ്ങൾ നൽകാമായിരുന്നു. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണല്ലോ എന്ന്. ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയല്ല, അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ഇസ്രായേൽ നേരത്തെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അറ്റാക്ക് ചെയ്യുമെന്നൊരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ അങ്ങേയറ്റം വെറി പിടിച്ച രാഷ്ട്രത്തലവന്മാരല്ലാതെ ഇത്തരമൊരു ആക്രമണത്തിന് ഈ സമയത്ത് അനുമതി കൊടുക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകും, ഇത് ലോകം പ്രതീക്ഷിച്ചതായിരിക്കും. പക്ഷേ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് 5-6 ശാസ്ത്രജ്ഞരെയാണ് അവർ കൊന്നുകളഞ്ഞത്. ഈ പറയുന്ന പട്ടാള മേധാവികൾ മാത്രമല്ല, 6 ശാസ്ത്രജ്ഞർ, അതായത് തലച്ചോറുകൾ. അത് ഫിസിസിസ്റ്റുകളാണ്. ആണവ സമ്പുഷ്ടീകരണവും മറ്റുമൊക്കെ ലോകത്തിന് അപകടകരമായ വിധം ഉണ്ടാക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അവരുടെ രാഷ്ട്രം അവരോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണെന്ന് കാണണം. പട്ടാളത്തെ പോലെയല്ല, പട്ടാളവും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും പട്ടാളത്തെ പോലെയല്ല. അതിലെ ഒരാളായിട്ടുള്ള നമ്മൾ നേരത്തെ പേര് വായിച്ചല്ലോ, ഡോക്ടർ മുഹമ്മദ് മെഹദി തെഹ്റാൻജി. അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട ഫിസിസ്റ്റാണ്. അവിടുത്തെ ഇസ്ലാമിക് അസദ് സർവകലാശാലയുടെ പ്രസിഡൻ്റാണ്. ന്യൂക്ലിയർ ഗവേഷണ പദ്ധതികളുടെ വലിയ വിദഗ്ധനാണ്. ഇറാൻ്റെ ശാസ്ത്ര ഗവേഷണങ്ങൾ ആകെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് കാണുക. അതുകൊണ്ട് ഇവരുടെ പ്രിസിഷൻ അറ്റാക്കിൻ്റെ സൂക്ഷ്മതയൊക്കെ കറക്റ്റാണ്. അത് കാരണം ഏറ്റവും കൊല്ലണമെന്ന് അവർ വിചാരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് കൊന്നിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള മര്യാദകളുമില്ല. അത് യുദ്ധം നടക്കുമ്പോൾ മാനുഷികമായ മര്യാദകൾ ലംഘിക്കപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷേ യുദ്ധം അവിടെ നടക്കുന്നില്ല, യുദ്ധം നടക്കുകയായിരുന്നില്ല ഇത്. അതായത്
ഹർഷൻ തന്നെ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഇറാഖുമായിട്ടൊക്കെ ഉള്ള കാലത്തെന്ന പോലെ ഈ മാസ് വെപ്പൺസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഈ നീ അല്ലെങ്കിൽ നിൻ്റെ അപ്പൂപ്പന്മാർ കുളം കലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊല്ലുന്ന അങ്ങേയറ്റം മോശമായിട്ടുള്ള തോന്നിവാസമായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രത്തിനകത്ത് ഒരുമുണ്ട്. ചരിത്രത്തിനകത്ത് ഗാസയിൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കവേ ഇപ്പുറത്ത് തിരിഞ്ഞിങ്ങനെ ഈ ആക്രമണം നടത്തിയതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇസ്രായേലിനകത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് നെതന്യാഹുവിന് വലിയ പ്രശ്നങ്ങളുണ്ട്. നെതന്യാഹു അവരുടെ വലിയ ധീരോദാത്തനാണ്, നായകനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഹമാസ് ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ട് ഇത്രയും വലിയൊരു ദുരിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആകപ്പാടെ ലോകത്താകപ്പാടെ പ്രശ്നം ഉണ്ടാക്കുന്ന വിധം, ഇപ്പോൾ ഗാസയിൽ തന്നെ ആളുകൾ മരിക്കുന്ന വിധം കാര്യങ്ങൾ പോയതിൽ ഈ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധം ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്, വലിയ പ്രതിഷേധം. എന്ന് മാത്രമല്ല, ഗാസയിലെ അറ്റാക്കിനെതിരെ പതുക്കെയാണെങ്കിലും ലോകം വലിയ എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവന്ന് വരികയാണ്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട എക്സ്ട്രീം വലതുപക്ഷ മന്ത്രിമാർക്കെതിരെ മറ്റു പല രാജ്യങ്ങളും ഈ സാങ്ഷൻ ഉണ്ടാക്കുന്ന ബാൻ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ രാഷ്ട്രീയത്തിനകത്ത് ഞാനിതാ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഇദ്ദേഹം ഈ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ ഹോളോകോസ്റ്റ് ഭീകരതയെ ഓർത്തു ഈ കാര്യം പറഞ്ഞപ്പോൾ. ഇവരുടെ എല്ലാ കാലത്തെയും പ്രശ്നം ഇതാണ്, അതായത് എന്ത് ഇങ്ങനെയുള്ള നൃശംസം അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് അവരുടെ മുൻതലമുറ ഹോളോകോസ്റ്റ് അതിജീവിച്ചാണെന്ന് പറഞ്ഞ ആളുകളെ ലോകത്തിന് മുന്നിലേക്ക് ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെക്കുക. അന്ന് ഒരു തലമുറ നേതാക്കൾ, ആ കാലത്തെ ഒരു ജനറേഷൻ നേതാക്കൾ വേണ്ട രീതിയിൽ ഇടപെടാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളൊന്നും 6 മില്യൺ ജ്യൂസ് 60 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് നെവർ അഗെയിൻ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾക്കെതിരെ നാളെ അവിടുന്ന് ഒരു അറ്റാക്ക് വന്നേക്കാം, അതുകൊണ്ട് നെവർ അഗെയിൻ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ 75 വയസ്സുള്ള നെതന്യാഹു ഈ കാര്യത്തെ കൂടെ വൈകാരികമായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. ഹോളോകോസ്റ്റ് അതിജീവിച്ച നമ്മുടെ രാജ്യത്തെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി അവർ വരുന്നു, അതുകൊണ്ട് ഞങ്ങളിത് അടിക്കാൻ പോകണം. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഹിറ്റ്ലർ ചെയ്തത് എന്താണോ അതേക്കാൾ എത്രയോ മടങ്ങായിട്ടുള്ള ക്രൂരത നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ നെതന്യാഹുവും ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞ ഉടനടി മനസ്സിലാകുന്നത്, അത് ഉടനടി ലോകത്തുള്ള ആളുകൾക്ക് ആദ്യം ഏറ്റവും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്നൊരു പ്രതികരണം അതായിരിക്കുന്നത്. അങ്ങനെയാണ് ലോകം പ്രതികരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇത് ഇസ്രായേൽ ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണമെല്ലാം, അതിപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് നേരെയാണെങ്കിലും ഇവിടെ ശാസ്ത്രജ്ഞർക്ക് നേരെയാണെങ്കിലും ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ധൃതംഗ പുളകിതരാകുന്ന ആളുകൾ കുറേയുണ്ട്. അത് ഞങ്ങളുടെ കാര്യം, ഞങ്ങളൊരു ലോജിക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആക്രമിക്കാം എന്ന് വിചാരിക്കുന്ന ഈ രാജ്യം ഇങ്ങനെ ഇന്ന് അവരോടാണ് ചെയ്തതെങ്കിൽ, ഇന്ന് ഗാസയോടാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ ഇസ്രായേലിനോടാണ് ചെയ്തതെങ്കിൽ നാളെ ആർക്കെതിരെയും വരാം എന്ന് ഇവിടെ ഇരുന്ന് ഈ നെതന്യാഹുവിന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ ഓർക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായും ഇതിനകത്ത് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 9 അണ്വായുധങ്ങൾക്ക് വേണ്ട യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു ഇറാൻ. അവരെപ്പോൾ വേണമെങ്കിലും, അത് പണ്ട് കോണ്ടലീസ റൈസ് പറഞ്ഞ അതേ മട്ടിലുള്ള കാര്യമാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും മഷ്റൂം ക്ലൗഡ് ഉണ്ടാവാം, അതുകൊണ്ട് ആക്രമിക്കുന്നു എന്ന മട്ടിലാണ് വ്യാപകമായി ഇപ്പോൾ എല്ലാ അമേരിക്കൻ മാധ്യമങ്ങളും, ഇപ്പോൾ ഫോക്സ് ന്യൂസിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതായത് 9 അണുവായുധങ്ങൾ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള മട്ടിലാണ്. ഇനിയിപ്പോൾ ഇതൊരു യുദ്ധത്തിൽ കലാശിച്ചാൽ, ഇറാഖുമായി നേരിട്ട് നടന്ന യുദ്ധം പോലെ ഒരു യുദ്ധത്തിലേക്കൊക്കെ കലാശിച്ചാൽ അവസാനം നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയും അന്നത്തേതുപോലെ. അന്ന് അവിടെ ആറ്റം ബോംബാണ് എന്ന് പറഞ്ഞിട്ട് പോയി പരിശോധിച്ച സ്ഥലത്ത് കണ്ടെത്തിയത് അലുമിനിയം ട്യൂബുകളാണ്. അതെ, ആ മട്ടിലൊക്കെ ഇതിനകത്ത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നത് ലോകത്തിനാകപ്പാടെ ഭീഷണിയാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ ചർച്ചാ ടേബിളിൽ ഇരുന്ന് പരിഹരിക്കുക എന്നതല്ലാതെ ഞങ്ങൾ അതിശക്തരാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ തെമ്മാടി രാഷ്ട്രം, തെമ്മാടികളെന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ് വേണ്ടത്. അതല്ലേ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുക. കവി സച്ചിദാനന്ദൻ യുദ്ധം കഴിഞ്ഞു എന്ന കവിതയിൽ ഇങ്ങനെ പാടുന്നുണ്ട്: ഒരേ ഭൂമി, ഒരേ ആകാശം, ഒരേ വെള്ളം, ഒരേ ആഹാരം. പാണ്ഡവർ പാടി: ഒരേ വൃക്ഷം, ഒരേ രക്തം, ഒരേ ദുഃഖം, ഒരേ സ്വപ്നം, കൗരവർ ഏറ്റുപാടി. ഒരേ രക്തവും ദുഃഖവും സ്വപ്നവും പങ്കിട്ടവരുടെ മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ശേഷിച്ചത് കണ്ണീരും ദുഃഖവും മാത്രമാണ്. മനുഷ്യൻ സ്വപ്നം കാണുന്നത് സമാധാനമാണ്, സാഹോദര്യമാണ്. പക്ഷേ ലോകം കാലുഷ്യം കൊണ്ട് നിറയുന്നു. വെറുപ്പ്, സിദ്ധാന്തവും ദർശനവുമായ ഭരണകൂടങ്ങൾ പെരുകുന്നു. പകയുടെ ശബ്ദങ്ങൾ മനുഷ്യ ശബ്ദങ്ങളെ മറികടക്കുന്നു. കാരണം എന്തായാലും എല്ലാ യുദ്ധവും ശേഷിപ്പിക്കുന്നത് കണ്ണീരും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമാകും. മരിച്ചു വീഴുന്ന മനുഷ്യർ, ചിതറിത്തെറിക്കുന്ന മാംസഖണ്ഡങ്ങൾ, നിരപരാധികളുടെ ചോര, ജനിക്കു മുമ്പേ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ, വീടില്ലാതാകുന്നവർ, ആരുമില്ലാതാകുന്നവർ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഇറാനും ഇസ്രായേലും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തവണയും പതിവ് പോലെ ഇതും യുദ്ധവെറിയന്മാരായ ഇസ്രായേൽ തുടങ്ങി വെച്ചതാണ്. തികച്ചും ഏകപക്ഷീയമായ മുട്ടാളത്തമാണ്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിയത് നാശായുധങ്ങൾ നിർമ്മിക്കാൻ ആണെന്നത് നിലവിൽ ലോക സമൂഹത്തിന് ബോധ്യപ്പെട്ട ആരോപണമല്ല. ഇനി ഒരുപക്ഷെ പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നാലും ഇറാന് ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും ആവില്ല. ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ജയിക്കുമായിരിക്കും. മനുഷ്യകുലം പക്ഷേ നിശ്ചയമായും തോക്കും.